അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്.ടി മീഡിയയിലെ കുടുംബാംഗങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. MT അബ്ദുള്ള മുസ്ലിയാർ ഒരു പെൺകുട്ടിയെ അപമാനിച്ചു എന്നതാണ് വിഷയം. യഥാർത്ഥത്തിൽ ഇത് പൊക്കിപ്പിടിച്ച് നടക്കുന്നവർക്ക് അതിന് യോഗ്യതയുണ്ടോ എന്ന ഒരു പരിശോധന കൂടിയാണ് ഇതിലൂടെ നടത്തുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് MT അബ്ദുള്ള മുസ്ലിയാർ പെൺകുട്ടിയെ അപമാനിച്ച വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഇതൊന്ന് നിങ്ങൾ കേൾക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആർക്കും തെറ്റുപറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. തെറ്റാണെങ്കിൽ തന്നെ തെറ്റുപറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ തെറ്റുപറ്റിയാൽ യഥാർത്ഥത്തിൽ അതിങ്ങനെ വിഴുപ്പലക്കേണ്ടതുണ്ടോ? വിഴുപ്പലക്കുന്നവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുകൂടി പരിശോധിക്കണ്ടേ? നമുക്കറിയാം, വഹാബികൾക്ക് ഇവിടെ പണ്ഡിതന്മാരെ താരടിക്കൽ മാത്രമാണ് ലക്ഷ്യമുള്ളത്. തെറ്റായാലും ശരിയായാലും അവർക്ക് ലക്ഷ്യം മുസ്ലിം പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. കാരണം വഹാബിസം വളർത്താൻ അത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏക വഴി. കാരണം അവർ അവരുടെ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രമാണമുദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് വഹാബിസം എന്ന് തിരിച്ചറിയുന്നു ജനം. അപ്പോൾ ഇനി അവർക്കുള്ള ഏക വഴി പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക, ജനമധ്യത്തിൽ താറടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു പണ്ഡിതന്മാരാക്കി ഇസ്ലാമിക പണ്ഡിതന്മാരെ മാറ്റണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ വികലമായ ആശയത്തെ വളർത്താൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവർ പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് എന്ന് ആദ്യമായി ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവർക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്കറിയാം, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന് നേരാം വണ്ണം ഒരു ഹദീസ് നോക്കി വായിക്കാൻ പോലും അറിയാത്ത ആളാണ് എന്ന് വഹാബികളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടവരാണ്. ആ മുജാഹിദ് ബാലുശ്ശേരി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, സ്ത്രീകൾക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന്. അഥവാ വഹാബി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് ഒരൊറ്റ സ്ത്രീകളും ഇവിടെ അടിപ്പാവാട ധരിക്കാത്തവരായിരുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതെത്രത്തോളം അപമാനകരമാണ്? സ്ത്രീകളെ അപമാനിക്കലല്ലേ ഇത്? ഈ വാക്കുകൾ എത്രത്തോളം ലജ്ജാകരമാണ്? ഇതിനെതിരെ ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റുകളോ ഏതെങ്കിലും ഒരു വഹാബി പണ്ഡിതനോ പ്രതികരിച്ചതായി നമ്മളാരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഒരുപാട് സ്ത്രീകൾ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഏറ്റെടുത്തുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ ഒരക്ഷരം പറയാൻ ഇന്ന് MT അബ്ദുള്ള മുസ്ലിയാർ പെൺകുട്ടിയെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരാളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് മാത്രമാണോ? വഹാബികൾ ഏതെല്ലാം രീതികളിൽ, ഏതെല്ലാം വേദികളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് സ്ത്രീകളെ അപമാനിച്ച എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് ഇവർ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ ഇത്തരം കാര്യങ്ങളുമായി, ഇത്തരം വിമർശനങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരെ നാം കരുതിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇവർ ഇസ്ലാമിൻ്റെ നാശകാരികളാണ്.
ഈ വഹാബിസം നാട്ടിനും വീട്ടിനും കുടുംബത്തിനും ഒക്കെ നാശമാണ് എന്നത് നാം ഓർക്കണം. അഥവാ ഈ വഹാബി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് സ്ത്രീകൾ ആരും തന്നെ അടിപ്പാവാട ധരിച്ചില്ല എന്നുള്ളത് ഈ വഹാബികൾ എങ്ങനെ അറിഞ്ഞു? ഇവരിങ്ങനെ സ്ത്രീകളുടെ അടിപ്പാവാട പൊന്തിച്ചു നോക്കലാണോ ഇവരുടെ പരിപാടി? ഇതിനു വേണ്ടിയാണോ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്ന് അവർ പറയേണ്ടതുണ്ട്. അവർ നമുക്കത് വിശദീകരിച്ച് തരേണ്ടതുണ്ട്. ഇത് മാത്രമാണോ? എത്രയെത്ര മോശകരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വെള്ളാറമ്പാറ ഖദീജക്കുട്ടി, TK ആമിന എന്ന് പറയുന്ന 2 സ്ത്രീകളാണ് ആദ്യമായി പള്ളിയിൽ പോയത്. ആ പള്ളിയിൽ പോയ സ്ത്രീകളുടെ അടുക്കലേക്ക് AP അബ്ദുൽ ഖാദർ മൗലവി എപ്പോഴും പോകാറുണ്ടായിരുന്നു അത്രേ. എന്തിനായിരുന്നു ഇടയ്ക്കിടെ പോയിരുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. അത് വെള്ളാറമ്പാറ ഖദീജക്കുട്ടിയും TK ആമിനയും പറഞ്ഞ വസ്തുതകളാണ്. പുടവ മാസിക നോക്കിയാൽ നമുക്കത് കാണാവുന്നതുമാണ്. ഇങ്ങനെ പലതരത്തിലും സ്ത്രീകളെ അപമാനിച്ചത് നമുക്കെടുത്തു പറയാൻ കഴിയും. പക്ഷേ നാം അവരെ പോലെയല്ലല്ലോ. നമുക്കിവിടെ പ്രമാണങ്ങളുണ്ട്. അവരെ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് മോശപ്പെടുത്തേണ്ടതില്ല. എന്നാൽ അവർ ചെയ്തു കൂട്ടിയ കാട്ടിക്കൂട്ടിയ ക്രൂര വിനോദങ്ങളാണ് നമ്മെ ഇങ്ങനെ പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, MT അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? ആരെയെങ്കിലും അപമാനിച്ചോ? ഒരിക്കലും ആ പെൺകുട്ടിയെ MT അബ്ദുള്ള മുസ്ലിയാർ അപമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ല തെറ്റും വന്നോ? ഒരിക്കലും വന്നിട്ടില്ല. നേരെ മറിച്ച് ഒരു ഇസ്ലാമിക വിധിയാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്. അഥവാ ഒരു പ്രബോധകന്റെ, ഒരു പണ്ഡിതന്റെ കർത്തവ്യമാണ് അദ്ദേഹം അവിടെ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. അഥവാ ഒരു തെറ്റ് കണ്ടപ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ അത് തിരുത്താൻ തയ്യാറായി. അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി അവിടെയുള്ള മുഴുവൻ ആളുകളും ആ തെറ്റ് ചെയ്യുകയില്ല എന്ന രൂപത്തിൽ അവിടെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ആരും തന്നെ അവിടെയുള്ളവർ എതിർത്തതായി നാം കണ്ടിട്ടില്ല. പിന്നെ ആരാണ് എതിർക്കുന്നത്? പുറത്തുള്ള വഹാബികളും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ചില ആളുകളും അതുപോലെ കുറെ ജസ്ലമാരുമാണ്. ഞാൻ ചോദിക്കട്ടെ, നാം ഒരു ബസ്സിൽ കയറി, ആ ബസ്സിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് കാണാം കയ്യും തലയും പുറത്തിടരുത്, കയ്യും തലയും പുറത്തിടരുത് എന്ന ഒരു ബോർഡ് നമുക്കവിടെ കാണാവുന്നതാണ്. അപ്പോൾ പുറത്തു നിൽക്കുന്ന ഒരാള്, ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ഒരാൾ പറയുക, ആ എഴുതി വെച്ചത് തെറ്റാണ്, ഞാൻ ഇതാ എൻ്റെ കയ്യും കാലും തലയും ഒക്കെ പുറത്തു വെച്ചിരിക്കുന്നു. ഇതുപോലെ ആ ബസ്സിലുള്ളവരും ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തിടണം എന്ന് പറയുമ്പോൾ, അതിനു വേണ്ടി ശഠിക്കുമ്പോൾ, അതിനു വേണ്ടി വാദിക്കുമ്പോൾ, അത് അല്ലാത്ത നിലക്ക് ബസ്സിലുള്ളവരെ പീഡിപ്പിക്കലാണ്, അവരെ ക്രൂരമായി പെരുമാറലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? അവനെ നേരെ കുതിരവട്ടത്തേക്കോ അതല്ലെങ്കിൽ മറ്റു മാനസിക ആശുപത്രികളിലേക്കോ പറഞ്ഞയക്കുക സാധാരണയാണ്. കാരണം ഒരു ബസ്സിൽ നിന്ന് തലയും അതുപോലെ തന്നെ കയ്യും പുറത്തിട്ടാൽ വളരെയേറെ അപകടമുണ്ടാകും എന്നുള്ളതാണ് അതിനുള്ള കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഇസ്ലാമിന്റെ പുറത്തുള്ളവരല്ല, ഇസ്ലാമിന്റെ അകത്തുള്ള വിഷയത്തിൽ വരുന്ന അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിനകത്തുള്ളവർ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയട്ടെ, അതല്ലാതെ പുറത്തുള്ളവരല്ല, ബസ് സ്റ്റോപ്പിലിരിക്കുന്നവരല്ല പറയേണ്ടത്.
അതിന് ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല എന്നോർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടിയെ അപമാനിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് പെൺകുട്ടിയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫെമിനിസ്റ്റുകളും രംഗത്ത് വന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു വഹാബിയും രംഗത്ത് വന്നതായി കാണാൻ സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് വഹാബികൾ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചു, ഇവിടെ പഠിപ്പിച്ചു. അഥവാ അവർക്ക് കോണകം മുക്കിയ വെള്ളം കുടിക്കാൻ വേണ്ടി അതെ ഒരു കോണകം മാത്രമാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഔറത്ത് എന്ന് ഇവിടെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതൊക്കെ കണ്ട ആളുകൾ അതേ ഹിജാബിനെതിരെ വിധി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇവരുടെ ഈ വികലമായ ആശയങ്ങളാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിന് ഭീഷണിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വഹാബികളോടും അല്ലാത്തവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ വികലമായ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഫിത്നയുണ്ടാക്കി ഇനിയും മുസ്ലിം സമുദായത്തിൻ്റെ വിധി വിലക്കുകൾ അതെ നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കൊണ്ട് തിരുത്തപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ഹിജാബ് പോലെ ഒരു ദുരന്തം ഇനിയും ഇസ്ലാമിക വിഷയങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.